വിവരദോഷം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിവരദോഷം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് മൻസൂർ മണ്ണാർക്കാടിനെ. അപ്പോൾ എന്താണ് വിഷയം? ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് വരികയും എൻ്റെ നാടും കൂടിയായ വളാഞ്ചേരി കാവമ്പുറത്താണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ശരിയാണ് 2016 അദ്ദേഹം ഇസ്ലാം. അയാൾക്ക് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വഹാബികൾക്ക് ക്ലിപ്പ് ഉണ്ടാക്കി കൊടുക്കുക. എങ്ങനെ എല്ലാ ജാറങ്ങളിലും മക്ബറുകളിലൊക്കെ ഇങ്ങനെ പോയിട്ട് വീഡിയോ പിടിപ്പിക്കുക, ഫോട്ടോ എടുക്കുക, എന്നിട്ട് കണ്ടില്ല സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വീഡിയോ പിടിപ്പിച്ചിട്ട് അതിങ്ങനെ വിടുക. അപ്പോൾ ഈ മൻസൂർ മണ്ണാർക്കാട് അദ്ദേഹം ഇപ്പോൾ വിഷയദാരിദ്ര്യം പിടിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് എല്ലാവരോടും ഇങ്ങനെ ഇസ്തിഗാസ ചെയ്ത് നടക്കുകയാണ്. അപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ, മുസ്ലിമായ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളുകൾ പിന്നെ പരിചയപ്പെടാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മൻസൂർ മണ്ണാർക്കാട്. കാരണം ഒരുപാട് ക്ലിപ്പുകൾ ഇട്ട് കൊടുത്തല്ലോ, പക്ഷേ എനിക്കൊരുപാട് വീഡിയോസ് നമുക്ക് ഇപ്പോൾ വിട്ടു തരുന്നുണ്ട് എന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഒന്നുമില്ലൊരു കഥയില്ല. അതാണ് അയാൾ ആദ്യം തന്നെ പറയണ്ടല്ലോ, വിവരക്കേടുകൾ, വിവരദോഷം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ എന്നിട്ട് അയാൾ ഈ ഇദ്ദേഹവുമായിട്ട് ഒരു സുന്നി പ്രവർത്തകൻ, ഒരു സാധാരണക്കാരൻ ഫോൺ കോൾ ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്ത് അത് ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആൾ, ഈ പുതു മുസ്ലിം, ഇയാൾക്ക് അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് അതുമായിട്ട് സംസാരം ഒക്കെ കേട്ടാൽ മനസ്സിലാവും, ഞാൻ ശേഷം കേൾപ്പിക്കാം. അപ്പോൾ ഏതായാലും നമ്മളെ മൻസൂർ മണ്ണാർക്കാട് പറയട്ടെ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ തമ്പനയിൽ കാണിച്ചിട്ടുള്ള പോലെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവനും പാരമ്പര്യ മുസ്ലിമും തമ്മിലുള്ള അന്തരം, വ്യത്യാസം അതെന്താണെന്നാണ് ഇന്നിവിടെ കാണിക്കുന്നത്. നമ്മൾ പലതവണ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള കേരളക്കരയാകെ അറിയപ്പെടുന്ന ഒരാളാണ് അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള, മുൻപ് ഉണ്ണികൃഷ്ണനായി ജീവിച്ചിരുന്ന സഹോദരനെ കുറിച്ച്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പേയും ചെയ്തിട്ടുണ്ട്, ഇനിയും വീഡിയോകൾ ഇനി ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട്. കാരണം കുറേ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ മൻസൂർ മണ്ണാർക്കാടിനെ. കാരണം വിഷയം ദാരിദ്ര്യം പിടിച്ചിട്ടുണ്ട്, ഒന്നും കിട്ടാനില്ല. അപ്പോൾ പൈസ കിട്ടും. അപ്പോൾ ഞാൻ ഈ അബ്ദുറഹ്മാനുമായി ബന്ധപ്പെടലുണ്ട് വാട്സപ്പിലൂടെ. അപ്പോൾ അയാളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച്, ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. മൻസൂർ മണ്ണാർക്കാടിനെ മാതിരി തന്നെ രണ്ടും കണക്കാണ്. ഈ മൻസൂർ മണ്ണാർക്കാടിനെ എനിക്ക് പരിചയമുണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ്, 6 വർഷം മുമ്പ് ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് വാട്സപ്പിലൂടെ വന്നിട്ട് കവലപ്രസംഗം നടത്തി പോണ ആളാണ് ഇയാൾ. തെറിയും പറയും, എല്ലാം തെറി പറയും. യൂട്യൂബിൽ അതിൽ കാണാം, ഞാൻ വായിച്ചുതരാം. അതിൽ രാഷ്ട്രീയവും സാമൂഹികവും മതപരവുമായ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു യാത്രക്കാരൻ അയാൾ എഴുതിയതാണ്. അയാളുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കാണാം. NB മോശം കമൻറ്റുമായി വരുന്ന കമൻറ്റാളികളോട് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇയാൾ ഇങ്ങോട്ട് തല്ലിയാൽ അങ്ങോട്ടും തല്ലുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തെറി പറഞ്ഞാൽ തിരിച്ചും തെറി പറയും. കേൾക്കാൻ തയ്യാറുള്ളവർക്ക് സ്വാഗതം. അപ്പം നല്ല തെറി പറയും. തിന്മയെ നന്മ കൊണ്ട് നേരിടണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇയാളത് കാരണം വഹാബിയാണ്, ആൾ വഹാബിയാണ്. അപ്പോൾ അത് അത്രയേ ഉണ്ടാവുള്ളൂ. എന്ന് മാത്രമല്ല, തെറി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് വാട്സപ്പിലൂടെ 5-6 കൊല്ലം മുമ്പ്. അപ്പോൾ അതാണ് ഇയാളെ മണ്ണാർക്കാട്. പക്ഷേ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും ചർച്ച നടത്താനും സംവദിക്കാനും ഇയാളെ കിട്ടില്ല. ഞാൻ ഒരുപാട് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് വെല്ലുവിളിക്കുന്നു. വഹാബികളും സുന്നികളും തർക്കത്തിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ച നടത്താൻ നട്ടെല്ലുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. വരൂലെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതായാലും അതാണ് ഈ മൻസൂർ മണ്ണാർക്കാട്. അപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത്, കേരളക്കരയിൽ അറിയപ്പെടുന്ന ആളാണ്. ആര്? ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആൾ. അയാളുടെ വോയിസുകളും അയാളുമായി ഞാൻ സംസാരിച്ചപ്പോൾ എത്രയാണ് അയാൾ വിവരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും അയാൾ വീഡിയോ കോള് പിന്നെ ഈ കോൾ ചെയ്തിട്ട് റെക്കോർഡാണ് ഇയാൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. ആർക്ക്? ഈ മൻസൂർ മണ്ണാർക്കാടിന്. അത് ഇതിൽ ശേഷം മൻസൂർ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് മൻസൂർ പറയുന്നത് തന്നെ കേൾക്കാം. അദ്ദേഹം ചോദിക്കുന്നത് ഭാര്യയോടും ഉമ്മയോടും മറ്റുള്ള നമ്മുടെ മുൻപിലുള്ള ആളുകളോടൊക്കെ സഹായം ചോദിക്കുന്ന പോലെ അല്ലേ മരിച്ചവരോടും സഹായം തേടുന്നത്? മരിച്ച ആളുകളോട് സഹായം തേടുന്നത് ഷിർക്കാണ് എങ്കിൽ നമ്മുടെ ഭാര്യയോടും ഉമ്മയോടും ഒക്കെ നമ്മൾ സഹായം ചോദിക്കുന്നതും ഷിർക്കാണ്. എന്താണ് പറഞ്ഞത്? അപ്പോൾ ഈ ഫോൺ വിളിച്ചപ്പോൾ ഈ സുന്നി പ്രവർത്തകൻ ഇയാളോട് ചോദിച്ചു, ഇസ്തിഗാസനെ കുറിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണ്? ആരോട്? ഈ പുതു മുസ്ലിമിനോട്.
അപ്പോൾ അയാൾ പറഞ്ഞു അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് അത് ശിർക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണ് അള്ളാഹു അല്ലാത്ത ഭാര്യനോട് ഇപ്പോൾ വെള്ളം ചോദിക്കണേ, അപ്പോൾ അത് ശിർക്കാവുമോ എന്നൊക്കെയാണ് ആര് ഈ സുഹൃത്ത് ചോദിക്കുന്നത്. അതിലൊക്കെ ഉരുണ്ട് കളിയൊക്കെ നമുക്ക് കേൾക്കാം. ഏതായാലും നമ്മളെ മൻസൂർ തന്നെ പറയട്ടെ. മറ്റെന്ത് ചോദിച്ചാലും കിട്ടും എന്നുള്ളതിന് എന്താണ് അത് നമുക്കറിയാത്ത കാര്യമാണ്. അവര് ബർസക്കലാണ്. കിട്ടും എന്നുള്ളതിന് എന്തായിരിക്കണം തെളിവ്? പരിശുദ്ധ ഖുർആൻ ആയിരിക്കണം, സ്വഹീഹായ ഹദീസ് ആയിരിക്കണം. മരിച്ച് മണ്ണിന്റെ അടിയിൽ, മീസാങ്കല്ലിന്റെ അടിയിൽ പോയി കിടക്കുന്ന ആളെടുത്ത് ഇവർക്ക് ഒരു കട്ടൻ ചായ ചോദിച്ചാൽ കിട്ടുമോ? മരിച്ച് മീസാങ്കല്ലിൻ്റെ അടിയിൽ കിടക്കുന്ന ആളോട് ഒരു കട്ടൻ ചായ ചോദിച്ചാൽ കിട്ടുമോ? കിട്ടൂലെന്ന്. അങ്ങനെ ചോദിച്ചാൽ ശിർക്കാകൂലേ എന്നുള്ളതാണ്. അത് ബോധ്യപ്പെടുത്താനാണ് ആ സഹോദരൻ തന്നെ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ കട്ടൻ ചായ ചോദിച്ചു എന്നിട്ട് ശിർക്കാവോ? ഏതായാലും മൻസൂർ പിന്നെ അയാളുമായിട്ട് ഈ ഫോൺ റെക്കോർഡ് വിടുന്നുണ്ട്. അത് നമുക്ക് കേട്ടിട്ട് നമുക്ക് പറയാം. ആദ്യം നമുക്ക് അബ്ദുറഹ്മാൻ സാഹിബ് ആ യുവാവുമായിട്ട് സംസാരിച്ച ഫോൺ റെക്കോർഡ് മൻസൂർ സാറിന് നമുക്ക് ആ ഫോൺ റെക്കോർഡ് ഒന്ന് കേട്ടിട്ട് വരാം. ആയിക്കോട്ടെ, നമുക്കൊന്ന് കേട്ട് നോക്കുക. പറയട്ടെ. ഇസ്തിയാസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടേ പല വീഡിയോസ് കണ്ടിരുന്നു. അപ്പോ നിങ്ങളെ നിലപാട് എന്താണെന്നുള്ളതാണ്. ശിർക്കാണെന്നാണോ? അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായം തേട്ടം ശിർക്ക്. കണ്ടോ എന്താണ് സുഹൃത്ത് ഇയാളോട് ചോദിക്കുന്നത്? ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ശിർക്കാണ് എന്നാണോ? അപ്പോൾ എന്താണ് ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പുതിയ മുസ്ലിം പറഞ്ഞത്? അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായമായിട്ട് അത് ശിർക്ക് തന്നെയാണല്ലോ. അപ്പോൾ അതിനാണ് ഈ സുഹൃത്ത് പിന്നെ ചോദിക്കുന്നത്. നമുക്ക് കേൾക്കുക. എന്തായാലും മൻസൂർ വിട്ടയല്ലേ, നമുക്ക് കേട്ടിട്ട് മറുപടി പറയാം. ആരാണ് ഉരുളുന്നത്, ഉരുണ്ട് കളിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കേൾക്കാം. എന്തായാലും ഇയാൾ സംസാരിക്കാനൊന്നും അയക്കില്ല. എങ്കിലും ചോദിച്ചുമ്പോൾ വെറുതെ അതിനൊന്നും കാരണം അതറിയില്ല. ഈ മൻസൂർ മണ്ണാർക്കാടിന് സർവ്വ വഹാബികളെ പോലെ തന്നെ ചോദ്യങ്ങൾ എഴുതി കൊടുക്കാന്നല്ല, മറുപടികൾ പോയിക്ക് മൗലവിമാർ എഴുതി കൊടുക്കില്ലല്ലോ. ഏതായാലും നമുക്ക് കേൾക്കുക. അള്ളാഹു എല്ലാത്തവരുള്ള സഹായത്തേട്ടം ശിർക്കാകുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഷയമല്ലേ? എന്താ വിഷയം? നിങ്ങൾ എത്ര ആൾക്കാർക്ക് സഹായം തേടേണ്ട ഒക്കെ ശിർക്കാവോ? ഇങ്ങനെ നിങ്ങൾ എത്ര ആൾക്കാരോട് സഹായം തേടില്ലേ? ഞങ്ങൾ എത്ര ആൾക്കാരുടെ സഹായം തേടുന്നില്ലെന്നോ? നിങ്ങൾ എത്ര പേരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്? ഞാൻ 10 വരെ. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് നിങ്ങൾ എത്ര ആളോട് സഹായം തേടുന്നതൊക്കെ ശിർക്കാവില്ല എന്നാണോ പറയുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത്. അള്ളാഹു എല്ലാത്തവരോട് സഹായം തേടുന്ന ശിർക്കാന്ന് പറയുമ്പോ ഇത് വലിയൊരു വിഷയമായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ മുസ്ലിം തന്നെയല്ലേ? അതെ, നമ്മള് പല ആൾക്കാരുടെ അടുത്ത് സഹായം തേടല്ലേ. നിങ്ങള് ഇപ്പൊ സ്വന്തം പെണ്ണുങ്ങളോട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറയലൊക്കെ ഇപ്പൊ സഹായം തേടല തന്നെയല്ലേ? കേട്ടില്ലേ? ഉരുണ്ട് കളിക്കുകയാണ്, അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ഞങ്ങൾ മുസ്ലിം തന്നെ അല്ലേ പറഞ്ഞു പെട്ടതാണേ. അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് ശിർക്ക് തന്നെയല്ലേ എന്ന് ആദ്യം പറഞ്ഞു വിട്ടു. പിന്നെ ചോദിക്കണം അപ്പോൾ നിങ്ങൾ ഭാര്യനോടും അതുപോലെ തന്നെ മറ്റുള്ള അവരോടൊക്കെ സഹായം ചോദിക്കുന്നില്ലേ, അത് ശിർക്കാവുമോ? നമ്മൾ മുസ്ലിം തന്നെ അല്ലേ? ഉരുണ്ട് കളിക്കുകയാണ്, മറുപടി കിട്ടണില്ല. എന്തായാലും കേൾക്കാം നമുക്ക് ശേഷം. ഭയങ്കര വിവരാട്ടോ, ഭയങ്കരമാണ്. അയാളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ടേ, പിന്നെ കിട്ടിയിട്ടില്ല. പരിസരത്തേക്ക് വരുന്നില്ല, താല്പര്യമില്ലല്ലോ. എന്തായാലും കേൾക്കാം നമുക്ക്. തൗഹീദും ശിർക്കും ആരാ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാരാ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പറഞ്ഞത്? നമുക്ക് ശിർക്കും തൗഹീദും പഠിപ്പിച്ചു തരാൻ വന്നത് ആരാണ്? അപ്പോൾ സുഹൃത്ത് പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടെ ചോദിച്ചാൽ എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. അത് ശിർക്ക് തന്നെയാണ് എന്ന് ആര് പറഞ്ഞു? ഈ പുതു മുസ്ലിം പറഞ്ഞു വിട്ടു. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ സഹായം ചോദിക്കണില്ല, ഞാനും സഹായം ചോദിക്കുന്നുണ്ട്, ഭാര്യനോട് ചോദിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട്, ഒക്കെ ശിർക്കാവുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശിർക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഈ മരണപ്പെട്ടു പോയ മഹാന്മാരോടൊക്കെ സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ പോകുന്നത് എന്ന് നമ്മളിത് കേട്ടാൽ മനസ്സിലാവുക. പക്ഷെ ഒന്നും പറയണില്ല. നമുക്ക് അതിന് ശേഷം കേട്ട് നോക്കുക. അയാൾ തന്നെ പറയട്ടെ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് 33-ാമത്തെ അധ്യായം, ഖുർആനിൽ 33-ാമത്തെ അധ്യായം 21-ാമത്തെ സൂക്തത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞേരി. എനിക്ക് ആയത്തൊന്നും ഇപ്പൊ അങ്ങനെ ചോദിച്ചാല് ചിലപ്പോ കിട്ടിക്കൊള്ളണം. എന്നാ അതിനെ കുറിച്ചൊന്ന് ചോദിച്ചു മനസ്സിലാക്കണം.
നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ പറഞ്ഞോളി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ഓക്കെ, മുത്തനബി നിങ്ങൾക്ക് എന്തുണ്ട്? ഉത്തമമായ മാതൃക ഉണ്ട് ഇല്ലേ? തൗഹീദും ശിർക്കും എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ അദ്ദേഹം നിയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആയത്തറിയില്ല, സൂറത്ത് 33-ാമത്തെ അധ്യായം അതിൽ 21-ാമത്തെ വചനം എന്താണെന്ന് അറിയുമോന്ന്? ഭയങ്കരമാണ്. അത് ചോദിക്കുമ്പോൾ അറിയില്ല. ഇത് പിന്നെ നമ്മളെ മൻസൂർ മണ്ണാർക്കാട് ആഘോഷിക്കുന്നുണ്ട്, ഒന്നും അറിയില്ല. അത് ചോദിച്ചപ്പോൾ അതന്നെ അറിയില്ല. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ആകെ കുടുങ്ങി അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഇനി മൻസൂർ മണ്ണാർക്കാടിനോട് ഓരോന്ന് ചോദിച്ചാൽ കിട്ടുമോ? ഇവിടെ ഒന്നുമില്ലല്ലോ വിഷയം. ഒരായത്ത് പെട്ടെന്ന് പറഞ്ഞാൽ ഇത്രാമത്തെ അതിൽ അറിയുമെന്ന് ചോദിച്ചാൽ അറിയാനപ്പോൾ അത് ആഘോഷിക്കുകയാണ്. കാരണം ഒന്നും പഠിക്കാതെ സമസ്തക്കാർ വന്ന് തന്നെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്. എന്നിട്ട് അതിലെന്താണ് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നബി തങ്ങൾ ശിർക്കും തൗഹീദും വ്യക്തമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ സുന്നികൾ ചെയ്യുന്ന ഈ ഇസ്തിഗാസ മഹാന്മാരോട്, അള്ളാഹുവിൻ്റെ അടിമയാണ്, നബിയാണ്, റസൂലാണ് എന്ന വിശ്വാസത്തിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരോടൊക്കെ സഹായം ചോദിക്കും. അത് ശിർക്കാണെന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടോ? താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലയെന്ന് മാത്രമല്ല, മഹാന്മാരോടൊക്കെ സഹായം ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയും കിട്ടുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ ഇമാമികളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തായാലും അപ്പോൾ ഈ സുന്നി പ്രവർത്തകൻ ചോദിക്കുന്നത് എന്താണ്? അത് ശിർക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശേഷം പിന്നെ ആ കോളിൽ തന്നെ പറയുന്നുണ്ട്. നബി തങ്ങൾ അങ്ങനെ പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ട്, അവരുടെ ഖബറിൽ പോയിട്ട് സഹായം ചോദിച്ചിട്ടുണ്ടോ? ഇയാൾ ചോദിക്കുക. അപ്പോൾ ഈ സുന്നി അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് തന്നെ വെക്കുക. അതുകൊണ്ടാണോ ശിർക്കായതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതൊന്നും മൻസൂർ മണ്ണാർക്കാട് കണ്ടിട്ടില്ല, മനസ്സിലായിട്ടില്ല. കാരണം അന്തം കമ്മിയല്ലോ. അപ്പോൾ എന്തായാലും അതിന് ശേഷമുള്ളത് അയാൾ പറയട്ടെ. റിസാലത്ത് നമുക്ക് പൂർത്തിയാക്കി തരാനും അത് പ്രാവർത്തികമാക്കി കാണിച്ചു തരാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്ത് ഇറക്കപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിമാരോട് സഹായം തേടിയിരുന്നു, അവിടുത്തെ സഹാബാക്കളോട് സഹായം തേടിയിരുന്നു. ഇത് ശിർക്കാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിൽ നമുക്ക് മാതൃക കാണാൻ കഴിയുമോ? ഇല്ല. ഓക്കെ, ഭയങ്കര ചോദ്യം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് സഹായം ചോദിച്ചിട്ടുണ്ട്, സഹാബാക്കളുടെ സഹായം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശിർക്ക ആണെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കുമോന്ന്? ശിർക്കാണെങ്കിൽ സുന്നികൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കോലത്തിലാണ് ചോദിക്കണത് എന്താണ്? ഇയാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നും ശിർക്കാവൂലേന്ന്. ഇന്നതിന് പറയേണ്ടത് എന്താണ്? അത് ശിർക്കല്ല, അങ്ങനെ നബി തങ്ങൾ ഇതുണ്ട്. അതുപോലെ മരണപ്പെട്ടു പോയവരോട് സഹായം ചോദിച്ചിട്ടില്ല, അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാന്നുള്ള റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ലേ പറയേണ്ടത്. അതിനുള്ള തെളിവുകളെ വേണ്ടത്. അതാണ് സുഹൃത്ത് ശേഷം ചോദിക്കുന്നത്, നമുക്ക് കേൾക്കാം. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ എത്രയോ സഹാബാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ പിന്നെ സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരുപാട് സഹാബാക്കൾ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സഹാബാക്കളുടെ ഖബറുകളിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇന്നീ പറയുന്നത് പോലെ ഏതെങ്കിലും ആളുകളോട് സഹായം തേടിയതായിട്ട് നമുക്ക് മാതൃക കണ്ടോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും സഹാബാക്കളുടെ ഖബറിൽ പോയിട്ട് നിങ്ങൾ ഇസ്തിഗാസ നടത്തുന്നത് പോലെ സഹായം ചോദിക്കുന്ന പോലെ ചോദിച്ചത് തെളിയിക്കാൻ പറ്റുമോന്ന്? ഷിർക്കിൻ്റെ മാനദണ്ഡമാണ് ഇപ്പോൾ പറയണത്. അങ്ങനെ ചോദിച്ചതായിട്ട് അപ്പോൾ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചോദിച്ചതായിട്ട് തെളിവില്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല തന്നെ വെക്കുക. അതുകൊണ്ടാണോ ഷിർക്കായത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ട് കളിക്കുന്നുണ്ട്. അപേക്ഷിക്കുക, ഇതൊക്കെയല്ലേ സഹായം ചോദിക്കാറിന് അപേക്ഷിക്കുക. അപ്പോൾ താനവരും ഉയർന്നവരോട്, അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബായ മുത്തുനബി തങ്ങളൊക്കെയും മേലെയുള്ളത് സൃഷ്ടികളിൽ ആരാണ്? അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പിന്നെ വഫാത്തായ സഹാബാക്കളോട് സഹായം ചോദിച്ചിട്ടുണ്ടോ? ഭയങ്കരമാണ്. എന്നാൽ അതേ അള്ളാഹിൻ്റെ ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈസാ അലൈഹി സ്വലാം ഇറങ്ങി വന്ന് പിന്നെ എൻ്റെ ഖബറിങ്ങ വന്ന് എന്നെ വിളിക്കും, ഞാൻ ഉത്തരം ചെയ്യുന്ന അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ മൗലവിമാരൊന്നും ഇയാൾക്ക് പഠിപ്പിച്ചു. ഇയാളൊരു പുതു മുസ്ലിമാണ്, ഇയാൾക്കതറിയാം. ഇയാൾ ഈ തത്തമേ പൂച്ച 4 ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുക കാണാതെ അതിങ്ങനെ ഓതിയിട്ട് പറയാല്ല, വേറെ ഒന്നും പഠിച്ചിട്ടില്ല, ഒരു ചുക്കും അറിയില്ല. ഈ സുഹൃത്ത് അതിൻ്റെ ശേഷം ചോദിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കുക. ഇതാണിപ്പോൾ മൻസൂർ മണ്ണാർക്കാട് വലിയ ആനത്തല പോലെ കൊടുത്തിട്ടേ വെറുതെ വാസളാവാൻ എന്നൊക്കെ കേൾക്കുക. നമ്മൾ സാധാരണ വഹാബികളോടൊക്കെ ചോദിക്കുന്ന ചോദ്യം തന്നെയല്ലേ. അതിനെ സുഹൃത്ത് ഇയാളോട് ചോദിക്കണേ, പുതു മുസ്ലിമിനോട്. അപ്പോൾ ഇയാൾക്ക് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് വഹാബികൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഈ മൻസൂർ മണ്ണാർക്കാടിനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിന് പൈസ ഉണ്ടാക്കലാണ് ലക്ഷ്യം. നമുക്ക് അതിന് ശേഷമുള്ള കേൾക്കുക. അപ്പൊ എന്റെ ഒരു സംശയം കേട്ടോ അവിടെ എനിക്ക് മറുപടി പറഞ്ഞു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ
അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് വിശേഷിക്കപ്പെട്ട ഒത്തിരി സ്വഹാബാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും സ്വഹാബാക്കളുടെ ഖബറിനരികിലേക്ക് നബിതങ്ങൾ ചെന്ന് നിങ്ങൾ ഇന്ന് ഈ ചെയ്യുന്നത് പോലെ ഇസ്തിഹാസ എന്ന പേരിൽ അവരോട് സഹായം തേടിയതിന് മാതൃകയുണ്ടോ? നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇനി ചോദ്യത്തിന് ഉത്തരമാണ് വേണ്ടത്. അതെ, ഞാൻ പറയട്ടെ. ചോദ്യം ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. എനിക്ക് അവസരമാണ് ഇതിന്. എനിക്ക് ചോദ്യത്തിന് മറുപടി കിട്ടിയാലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുള്ളൂ. എനിക്ക് വെറുതെ വിവരക്കേടുകൾക്ക് മറുപടി പറയാനും സംസാരിക്കാനും സമയമില്ലാത്തതുകൊണ്ടാണ്. കണ്ട, വിവരക്കേടുകൾക്ക് മറുപടി പറയാനും സമയമില്ല. വിവരക്കേടാണ് അദ്ദേഹം ചോദിച്ചത്. ഷിർക്കായത് അതാണോ എന്നാണ് ചോദിക്കുന്നത്. മൂപ്പർക്ക് ചോദിക്കാൻ തന്നെ അവസരം കിട്ടുന്നില്ല. ഇത് തന്നെയാണ് പെരിന്തൽമണ്ണ അവിടെ ഒരു റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഒരു സുഹൃത്തിനോട് ഒരു വല്ലിപ്പ, ആ വല്ലിപ്പ തന്നെ വെയിലത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ഇയാളിങ്ങനെ കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് ഓരോന്ന് പറഞ്ഞ് അയാളെ പറയാനൊന്നും സമ്മതിക്കുന്നില്ല. അതേ പരിപാടി തന്നെ ഇവിടെ. എന്നിട്ട് ഭയങ്കരത്താണ്, ആനത്തല പോലെ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. പുതു മുസ്ലിം ഭയങ്കര സംഭവമായിട്ട് ഈ മൻസൂർ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ വിവരദോഷി കൊടുത്തിട്ടതേ. കണ്ട, അദ്ദേഹത്തിന് ചോദിക്കാൻ തന്നെ അയക്കണില്ല. എനിക്ക് നിങ്ങളുടെ വിവരക്കേടിന് മറുപടി പറയലൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞതിന് മറുപടി എന്താണ് അറിയേണ്ടത്? ഷിർക്കും തൗഹീദും. അത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ അടുത്തൊന്നും സഹായം ചോദിച്ചിട്ടില്ല നോക്കുക. ഖബറിങ്ങ പോയിട്ട് സഹായം ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് ഷിർക്കായത് കൊണ്ടാണ് സഹായം ചോദിക്കാഞ്ഞത്. അപ്പം ഇനി ആ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, എന്താണിത്, ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കുക. എന്താണ്, ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങളോട്. നിങ്ങളിപ്പോ ഇതിൽ പറഞ്ഞു എന്റെ ചോദ്യത്തിന് യെസ് ഓർ നോ, നിങ്ങൾ അതിനുള്ള മറുപടി ചോദ്യം എനിക്ക് മനസ്സിലായി. അതിനുള്ള മറുപടി പറയും. ഞാനുള്ള സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാണ്. എനിക്ക് വേണ്ടത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉരുണ്ടിളിക്കുക. യെസ് ഓർ നോ, ഷിർക്കാണ് എന്നാണോ? അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് തന്നെ വെക്കുക. അപ്പോൾ ഷിർക്കാണോ? അപ്പോൾ ഷിർക്കായോ? അതുകൊണ്ടാണ് ഷിർക്ക് നിങ്ങൾ പറയണത് എന്നൊക്കെയാണ് സുഹൃത്ത് ചോദിക്കണത്. അതിന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഓർ നോ പറയും. എനിക്കത് ഉരുണ്ട് കളിക്കുക അറിയില്ല. എസ് ഓർ നോ എല്ലായിടത്തും യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പറ്റുമോ? പണ്ടൊരാൾ പറഞ്ഞ് ചോദിക്കുന്നതിന് നീ യെസ് ഓർ നോ മാത്രം മറുപടി പറയണം എന്നാണ്. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. അപ്പോൾ ആയിക്കോട്ടെ ഓക്കെ എന്ന് പറഞ്ഞു. അല്ലടാ, നീ നിൻ്റെ വാപ്പാനെ പണ്ട് തച്ചതുപോലെ ഇപ്പോഴും തല്ലാറുണ്ടോ എന്ന് വെച്ചു. എന്താണ് ഈ സുഹൃത്ത് മറുപടി പറയാം? യെസ് എന്ന് പറഞ്ഞാൽ അന്ന് തച്ചതുപോലെ ഇപ്പോഴും തല്ലുണ്ട് അറിയാം. നോ എന്ന് പറഞ്ഞാലോ, അപ്പോൾ അന്ന് തച്ചിരുന്നു ഇപ്പോൾ തലയിലില്ല എന്നായി. ഇതേമാതിരി എല്ലായിടത്തും യെസ് ഓർ നോ എന്ന് മറുപടി പറയാൻ പറ്റുമോ? അപ്പോൾ ഇയാൾക്ക് അറിയില്ല, ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല, മൗലവിമാർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് മാത്രം പഠിപ്പിച്ചു കൊടുത്തില്ല, 4 ആയത്തിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇതാ ചെറുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക, വാബികളെ പോലെ തന്നെ. എന്നിട്ട് ഇത് മണ്ണാർക്കാട് മൻസൂർ ദാരിദ്ര്യം പിടിച്ചാണ്. യാദൃശ്യം പറയാനില്ല, ഒന്നും പറയാൻ കിട്ടണ്ടേ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ, പൈസ ഉണ്ടാക്കണ്ടേ യൂട്യൂബിലിട്ടിട്ട്. അപ്പോൾ അതിനൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് ഇയാളോട് ഇങ്ങനെ നടന്നിട്ട് ഇസ്തിഹാസ നടത്തി പലവരോട് നട്ടപ്പോഴാണ് ഇയാളെ വീട് കിട്ടിയത്. എന്നിട്ട് ഇയാളോട് ഇസ്തിഹാസ നടത്തിയപ്പോൾ ഇയാൾ കുറേ വീഡിയോസുകൾ ഇട്ട് കൊടുത്തിക്കണല്ലോ ഇയാൾക്ക്. അതാരാ പറഞ്ഞത്? മൻസൂർ തന്നെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ക്ലിപ്പ് തന്നെ കേൾക്കാം. ആ ഫോൺ റെക്കോർഡ് കേൾക്കുകയാണ്. ഈ സുഹൃത്ത് ചോദിക്കുകയാണ്, ചെയ്തിട്ടില്ല എന്നത് ശിർക്കിന്റെ മാനദണ്ഡം എങ്ങനെ? നബി ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് ശിർക്കാവുള്ള മാനദണ്ഡം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇവിടെ നിയോഗിക്കപ്പെട്ടതെന്ന് ആദ്യം ഞാൻ ചോദിച്ചു. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ശരീഅത്ത് എന്താന്ന് നമുക്ക് മാതൃകയാക്കി കാണിച്ചു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതല്ലേ? എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇത് ഷിർക്കാണ് മുത്തുനബി എവിടെയും പറഞ്ഞിട്ടുണ്ടോ? അയാൾക്കറിയില്ല. ഷിർക്കും തൗഹീദും പഠിപ്പിക്കാൻ വേണ്ടി വന്നാണ്. അതേ ഹബീബായ മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞു, എൻ്റെ ഖബറിന് ഈസാ അലൈഹി സ്വലാം വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറയുന്നുണ്ട്. ആര്? അള്ളാൻ്റെ റസൂല്. അപ്പോൾ ഉരുണ്ടുകളി ഒന്നും അറിയില്ലേ, ഒരു മണ്ണം കാട്ടി സുഹൃത്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഷിർക്കാണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഉരുണ്ടളിക്ക് അറിയില്ല. നമുക്ക് ശേഷം കേൾക്കുക. ഒരു കഥയില്ലാത്ത ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞാപ്പോട്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അങ്ങോട്ട് കേൾക്കൂ. നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയാതെ നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടോ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല. എന്താണ് അവിടെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾക്ക് നിങ്ങളെ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് ആ മാതൃക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കും അല്ലെ. ആ റസൂലിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മരണപ്പെട്ടു പോയ ആളുകളോട് ഇസ്തിഹാസ എന്ന പേരിൽ സഹായം തേടുന്നതിനുള്ള മാതൃക ഉള്ളത്? എന്താണ് ചോദിച്ചതിന് മറുപടി? ഉരുണ്ട് കളിക്കുക. ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. ഷിർക്കാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അത് ഷിർക്കാന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കണത്. അതിനൊന്നും മറുപടി ഇല്ല. ഞാൻ ചോദിച്ചതിന് മറുപടി അങ്ങനെ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ നബി തങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഷിർക്കും തൗഹീദും പഠിപ്പിക്കാൻ വന്ന ഹബീബായ മുത്തുനബി തങ്ങൾ എന്താണ് ഷിർക്ക് എന്ന് വ്യക്തമായി പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, എൻ്റെ ഖബറിൽ വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. വാവുകൾ സാധാരണ ഓതാറുണ്ട്.
ക്യാമനാൾ വരെ ഉത്തരം ചെയ്യാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന്. അപ്പോൾ ഇത് ക്യാമനാളിലല്ല, ക്യാമനാളിൻ്റെ മുന്നേ തന്നെയാണ്. അപ്പോൾ ക്യാമനാൾ വരെ ഉത്തരം ചെയ്യൂല മരിച്ചവർ എന്നാണ് സക്കരിയ സലായൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഇടമുട്ടത്തും മറ്റൊക്കെ സംവാദങ്ങളിലും അതുപോലെ തന്നെ സ്റ്റേജിലും പേജിലൊക്കെ പറയുന്ന വഹാബികൾ ക്യാമനാൾ വരെ അവർക്കൊന്നും ഉത്തരം ചെയ്യാൻ കഴിയില്ല മരിച്ചവരൊക്കെ. ആ അള്ളാൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എൻ്റെ കബറിങ്ങ വന്നിട്ട് അത് ക്യാമനാളിൻ്റെ ശേഷം മുന്നല്ലേ എന്തിനൊരു തല ഉണ്ടായിട്ട് കാര്യമില്ല, തലയുടെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ ഇതാണ്. അപ്പോൾ ആ സുഹൃത്ത് വീണ്ടും ചോദിക്കുന്നതിന് മറുപടി പറയാൻ കഴിയണില്ല, ഉരുണ്ട് കളിക്കുക. ഞാൻ ചോദിച്ചതിന് ഞാൻ പറഞ്ഞതിന് അതിന് മറുപടി അറിയും. നിങ്ങൾ ഈ വിവരക്കേടുകൾ ചോദിക്കുന്നതിന് മറുപടി പറയാൻ നിൽക്കല്ല ഞാൻ. വിവരക്കേടാണ് ആ സുഹൃത്ത് ചോദിക്കുന്നത്. ഇതാണ്. അപ്പോൾ ഏതായാലും ശേഷം നമുക്ക് കേൾക്കുക. അങ്ങനെ ഇല്ല നമ്മൾ സങ്കല്പിക്കുക, എന്നാൽ ശിർക്കാവോ? ഞാൻ പറഞ്ഞല്ലോ എന്റെ ചോദ്യത്തിന് കണ്ട ഉരുണ്ട് കളിക്കുക. അപ്പോൾ ഈ സുഹൃത്ത് ചോദിക്കുകയാണ്, അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് തന്നെ വെക്കുക. അള്ളാൻ്റെ ഹബീബായ മുത്തനബി നമ്മൾ സഹാബാക്കൾ വഫാത്തായ സഹാബാക്കളോടൊന്നും സഹായം ചോദിച്ചിട്ടില്ല എന്ന് വെക്കുക. ഇന്നത് ശിർക്കായോ എന്ന്. അപ്പോൾ അതിന് മറുപടി കിട്ടുന്നില്ല. എന്താ പറഞ്ഞേ? അത് ഞാൻ ചോദിച്ചാണ് മറുപടി പറയുന്നത്. പൊന്നാരൻ്റെ മൻസൂർ മണ്ണാർക്കാടെ ഇത്തിരി എന്തെങ്കിലും ഒരു ആൾപ്പാർപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കണക്ക്. കഷ്ടല്ലേ? കേൾക്കുക, ബാക്കി കേൾക്കുക. ഏതായാലും മൻസൂർ ഇട്ടല്ല, നമുക്ക് കേൾക്കുക. തൗഹീദും ശിർക്കും എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനിൽ നിങ്ങൾക്ക് ഇതിന് മാതൃക ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ട, അത് മാത്രം പറഞ്ഞാൽ മതി. വേറെ ഒന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട. എൻ്റെ അടുത്ത് മറുപടി ഇല്ല. എനിക്ക് ചോദ്യങ്ങൾ മാത്രമേ മൗലവിമാർ വഹാബി മൗലവിമാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. ഉത്തരം പറയാൻ പഠിപ്പിച്ച് തന്നിട്ടില്ല. അത് ഇയാൾക്കെന്നല്ല, ഒരൊറ്റ വഹാബികൾക്കും. നമ്മളൊക്കെ എത്ര പോലെ ഗ്രൂപ്പുകളിൽ ഈ വഹാബികളുമായിട്ട് സംസാരിക്കുന്നതാ. ഒക്കെ ചോദ്യങ്ങൾ കൊട്ടക്കണക്കിന് ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ വരിക എന്നല്ലാതെ ഒരൊറ്റ ചോദ്യത്തിന് ഇങ്ങോട്ട് മറുപടി. കാരണം എന്താ? മൗലവിമാർ ചോദ്യങ്ങൾ എഴുതി കൊടുക്കുകയാണ്, മറുപടികൾ എഴുതി കൊടുക്കൂല. മറുപടി എന്തുകൊണ്ട് എഴുതി കൊടുക്കാത്തത്? മൗലവിമാർക്ക് തന്നെ അറിയില്ല എന്നുള്ളത് കൊണ്ട്. പിന്നെ ഈ പുതു മുസ്ലിമിന് കിട്ടുമോ? ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ക്ലിപ്പ് പിന്നെ ഈ മൻസൂറിന് അയച്ചു കൊടുത്തിട്ട് മൻസൂർ അതിട്ട് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയ മൻസൂറിന് അറിയോ? അറിയില്ല. ഒരു കഥയില്ല. എന്നാൽ മൻസൂർ മറുപടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സഹാബാക്കളോട് അങ്ങനെ സാഹിത്യാസം നടത്തിയില്ല എന്ന് വെക്കുക. അതുകൊണ്ട് അത് ശിർക്കായോ എന്നാണ് സുഹൃത്ത് ചോദ്യം. അതിനെന്തേ മൻസൂറിൻ്റെ മറുപടിയും കണ്ടില്ലല്ലോ. ഇയാളെ മറുപടി ഇയാൾക്ക് പിന്നെ ഏതായാലും അറിയില്ല. അപ്പോൾ രണ്ടാളൊരു പക്കാ പച്ചക്കറിയാണ് എന്നർത്ഥം. എന്തായാലും ശേഷമുള്ള കേൾക്കുക. ഉരുണ്ട് കളിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നത്. അതൊക്കെ ഇല്ലാത്തതൊക്കെ ശിർക്കാന്നുള്ള വാദങ്ങൾക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ട് തൗഹീദും ശിർക്കും എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ ദീന് പൂർത്തിയാക്കി തന്ന പ്രവാചകൻ എവിടെയാണ്? കണ്ട, എന്താണ് സുഹൃത്ത് പറഞ്ഞത്? ശിർക്കാണെന്നുള്ള വാദങ്ങൾക്ക് ഉണ്ടോ? നബി തങ്ങളെ പഠിപ്പിച്ച് മറുപടി പറയണില്ല. അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇതാ എന്ന് പറഞ്ഞിട്ട് പറയല്ല വേണ്ടത്. കഴിയണില്ല. കാരണം എന്താ? അള്ളാൻ്റെ ഹബീബായ മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ അടിമയാണ്, നബിയാണ്, റസൂലാണ്, അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ് എന്ന വിശ്വാസത്തിൽ വഫാത്തായ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് പരിശുദ്ധ ഖുർആനിലില്ല. അള്ളാഹിൻ്റെ ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, സഹാബാക്കൾ പഠിപ്പിച്ചിട്ടില്ല, തബുത്താബീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, പിന്നെ ഇമാമിയങ്ങൾ ആരും മുൻഗാമികൾ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല അള്ളാഹിൻ്റെ ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞത് എന്താണ്? എൻ്റെ ഖബറിങ്ങ ഈസാ അലൈഹി സ്വലാം അവസാനം ഇറങ്ങി വരും, എന്നിട്ട് എന്നെ വിളിച്ച് ഞാൻ ഉത്തരം ചെയ്യും. ആ ഉത്തരം ചെയ്യുന്നതാണ്. ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തിൽ വിളിച്ചാൽ തന്നെ ശിർക്കാണ് എന്നാണ് വഹാബികളുടെ വാദം. ഒക്കെ അള്ളാഹിൻ്റെ ഹബീബ് തങ്ങൾ തന്നെ ഈ ഒരൊറ്റ ഹദീസിലൂടെ തന്നെ പൊളിച്ച് കയ്യിലവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സുഹൃത്ത് വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ ശിർക്കാണോ? അള്ളാഹിൻ്റെ റസൂൽ ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ശിർക്കും തൗഹീദും പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഇയാൾ ഇങ്ങനെ പറയേണ്ടി. പുതു മുസ്ലിം പിന്നെ ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ പിന്നെയും പറയുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും ആ സുഹൃത്ത് ഇങ്ങനെ ചോദിക്കുന്നത്, അതേ ശിർക്കും തൗഹീദും അപ്പോൾ ഇത് ശിർക്കാണെന്ന് നബി പഠിപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. അതിന് നിങ്ങൾ ഈ വിവരക്കേടുകൾ ചോദിക്കുന്നതിന് മറുപടി. വിവരക്കേടല്ലല്ലോ, കാര്യങ്ങളല്ലേ. കാരണം എന്താ? അറിയാത്തതിന് വിവരക്കേടാണെന്ന് തോന്നും. ശേഷം നമ്മളെ പിന്നെ ശേഷമുള്ളത് കേൾക്കാം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക. അല്ലാതെ വെറുതെ വിവരക്കേടുകൾ ഇനി ആരോടത്തും ചോദിക്കരുത്. നിങ്ങൾ ഭാര്യയോട് സഹായം ചോദിച്ചാൽ ശിർക്കാവോ, മക്കളോട് സഹായം ചോദിച്ചാൽ ശിർക്കാവോ, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾ സാധാരണ സമസ്തക്കാരായ ആളുകളെ പറഞ്ഞു പറ്റിച്ചോ. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ആളുകളോട് ഇത്തരം മണ്ട ചോദ്യങ്ങളുമായിട്ട് വരരുത്. അങ്ങനത്തെ മണ്ടച്ചോദ്യങ്ങളുമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആളുകളോട് വന്ന് വരരുത് മണ്ടച്ചോദ്യങ്ങളെ. കാരണം മറുപടി അറിയില്ല, ഒന്നും അറിയില്ല. ഇങ്ങനത്തെ ഒരു ചോദിച്ച് വരരുത്. അപ്പോൾ അതുകൊണ്ട് അത് സമസ്തക്കാരോട് പറഞ്ഞാൽ മതി. ഈ എന്നോട് ഇങ്ങനത്തെ ഇത് പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആളുകളോട് ഇങ്ങനത്തെ മണ്ടച്ചോദ്യമല്ല. ഇയാൾക്ക് ശിർക്കും തൗഹീദും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇയാൾ ആയതിനെ പറഞ്ഞു പെട്ടതാണ്. അല്ലല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാകും.
എന്ന് പഠിപ്പിച്ചാണ്. അപ്പോഴാണ് അല്ലാത്ത ഭാര്യനോട് ചോദിക്കാൻ പറ്റുമോ, വെള്ളം ചോദിക്കാൻ പറ്റുമോ, ചായ ചോദിക്കാൻ പറ്റുമോ, മറ്റേ ചോദിക്കാൻ പറ്റുമോ, അത് ചോദിക്കാൻ പറ്റും, നിങ്ങളും ചോദിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഉരുണ്ട് കളിക്കുക. അപ്പം എന്താ, നീ മുസ്ലിം അല്ലേ, മുസ്ലിം ആയതുകൊണ്ട് തന്നെ അല്ലേ ചോദ്യം ചോദിക്കണേ, ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയണില്ല, അറിയില്ലേ, മൻസൂറിനും അറിയില്ല, രണ്ടാൾക്കും അറിയില്ല. അപ്പോൾ ഇതാണ് സംഭവം. എന്നിട്ട് മൻസൂർ ഇതിങ്ങനെ പറഞ്ഞ് ആഘോഷിക്കുകയാണ്. അടുത്ത നമ്മളെ മൻസൂർ പറയട്ടെ. മനസ്സിലാക്കുക. ഇതിനിടയ്ക്ക് മറ്റു പല ആളുകളും എന്നെ ബന്ധപ്പെട്ടിരുന്നു, എനിക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം വെറും ഒരു പേര് മാത്രം സ്വീകരിച്ച ആളാണെന്നുള്ളതാ. കണ്ട എന്താ സംഭവം? മൂപ്പർക്കെതിരായിട്ട് ഉറപ്പായിട്ടും പറയില്ലേ, മൻസൂറിനെതിരായിട്ട് ഈ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ എത്ര കേൾക്കുക. അപ്പോൾ മറുപടി പറയാൻ ആരോ വന്നിരുന്നു, മറുപടി പറയുന്നു. അപ്പോൾ ഈ അബ്ദുറഹ്മാനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്, എന്ത് ഒരു കഥയില്ലാത്ത ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മൻസൂറിന് വയ്യ, കാരണം മൻസൂറിന് ക്ലിപ്പ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ആളെ കുറിച്ചിട്ട് പറയുന്നത് ഭയങ്കര സങ്കടം ഉണ്ടായി. എന്തായാലും മൻസൂർ ശേഷം പറയട്ടെ. കീർത്തിപ്പെടുത്തുവാനും അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനും പലരും ഇതുപോലെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രംഗത്ത് വരില്ല, തീർച്ചയായിട്ടും. ഒരു ചുക്കും പഠിക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളൊന്നും പഠിക്കാതെ ഈ വഹാബി മൗലവിമാർ വിവരക്കേടുകൾ പറഞ്ഞെടുത്തതുമായിട്ട് ഇങ്ങനെ വന്ന ചോദ്യം ചെയ്യാതിരിക്കുമോ? ചോദ്യം ചെയ്യും. അതിന് മൻസൂർ മണ്ണാർക്കാട് മറുപടി പറയണേ, അത് ശിർക്കാണ്. അള്ളാൻ്റെ ഹബീബ് എന്താണ് അയാൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ മാതൃകയുണ്ട്, ശിർക്കും തൗഹീദും പഠിപ്പിക്കാൻ വന്നതാണ് അള്ളാൻ്റെ ഹബീബായ മുത്തുനബി തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഈ സുഹൃത്ത് എന്താ ചോദിക്കണം? അതെ, അപ്പോൾ അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? മഹാന്മാരോട് സഹായം ചോദിച്ചാൽ ശിർക്കാണെന്ന് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാൻ്റെ റസൂൽ സഹാബാക്കളോട് ആരോടും സഹായം ചോദിക്കാത്തത് കൊണ്ട് അത് ശിർക്കായത് എന്നൊക്കെ ചോദിക്കണേന് എന്തുകൊണ്ടാണ് നീ കൊണ്ടുവന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ മറുപടി പറയാൻ കഴിയാതെ ഉരുണ്ട് കളിച്ച് അതൊക്കെ വിവരക്കേടായ ചോദ്യമാണെന്ന് പറഞ്ഞത്? എന്നാൽ മൻസൂർ മണ്ണാർക്കാട് മറുപടി പറയുക. അടുത്ത വീഡിയോ അതർക്ക് അതിന് മറുപടി ഇതാ, അള്ളാൻ്റെ ഹബീബായ മുത്തുനബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിച്ച് കൊണ്ട് തന്നെ അള്ളാൻ്റെ അടിമയാണ് നബിയാണ് എന്ന വിശ്വാസത്തിൽ അവരുടെ മുഅ്ജിസത്ത് കറാമത്തിൻ്റെ വിഷയത്തിൽ അടിസ്ഥാനത്തിൽ അവരോട് സഹായം ചോദിച്ചാൽ തന്നെ ശിർക്കാകും എന്നതാ അള്ളാൻ്റെ ഹബീബായ മുത്തുനബി ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയല്ലേ വേണ്ടത്. കഴിയാത്ത പണിക്ക് നിൽക്കണ്ട മൻസൂറെ. അപ്പോൾ അതാണ് മൻസൂറിൻ്റെ എല്ലാ ഒരുവിധമുള്ള വീഡിയോസുകൾ ഇങ്ങനെ കാണുമ്പോൾ മണ്ടത്തരങ്ങൾ ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ കൂടുതൽ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ അപ്പോൾ അതിനൊക്കെ മറുപടി പറയാൻ പോകുന്നത് എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ ഞാൻ ബന്ധപ്പെട്ട ആളാണ്. ഞാൻ അയാളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരിസരത്തേക്ക് വന്നിട്ടൊന്നുമില്ല, PMലൂടെ വന്നിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സാന്ദർഭികമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിൽ നമുക്കതിനെക്കുറിച്ചൊക്കെ പറയാനുള്ള വിവരം എത്ര ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.